നമസ്കാരം. കേരളം മറ്റൊരു ചരിത്രപരമായ തിരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കലാണ്. 2021 പിണറായി വിജയൻ ഭരണ തുടർച്ചയുമായി ചരിത്രം കുറിച്ചപ്പോൾ 2026 കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങളുടെ വർഷമാകുമോ? ഭരണ തുടർച്ചയുടെ ഹാട്രിക് മോഹവുമായി LDF, ഇല്ലെങ്കിൽ നിലനിൽപ്പില്ല എന്ന വാശിയോടെ UDF, കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ വിള്ളലുണ്ടാക്കാൻ BJP. ഈ ത്രികോണ മത്സരത്തിൽ കേരളം ആർക്കൊപ്പം നിൽക്കും? വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന പ്രധാന രാഷ്ട്രീയ ചലനങ്ങൾ നമുക്ക് പരിശോധിക്കാം. LDF സർക്കാരിന്റെ ഏറ്റവും വലിയ കരുത്തും വെല്ലുവിളിയും അവരുടെ ക്ഷേമ പദ്ധതികളാണ്. ക്ഷേമ പെൻഷനുകൾ കൃത്യസമയത്ത് ലഭിക്കാത്തതും സാമ്പത്തിക പ്രതിസന്ധിയും സാധാരണക്കാരായ വോട്ടർമാർക്കിടയിൽ ചർച്ചയാകുന്നുണ്ട്. കിഫ്ബി വഴിയുള്ള വികസന പ്രവർത്തനങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴും മറുവശത്ത് കടബാധ്യതയും സാമ്പത്തിക പ്രതിരോധവും പ്രതിപക്ഷം ആയുധമാക്കുന്നു. വികസനത്തിന്റെ കേരള മോഡൽ വോട്ടായി മാറുമോ എന്നതാണ് പ്രധാന ചോദ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ മുന്നേറ്റം നിയമസഭയിലും ആവർത്തിക്കാനാണ് UDF ശ്രമിക്കുന്നത്. ഭരണവിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകാതെ തങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് അവരുടെ തന്ത്രം. VD സതീശന്റെ നേതൃത്വത്തിൽ നിയമസഭയിൽ നടത്തിയ പോരാട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്രത്തോളം എത്തിയെന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കും. കൂടാതെ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും സാന്നിധ്യം യുവാക്കളെയും ന്യൂനപക്ഷങ്ങളെയും UDFനോട് അടുപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ BJP വെറുമൊരു വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ മാത്രമല്ല ഇത്തവണ മത്സരിക്കുന്നത്. തൃശൂർ ലോക്സഭയിലെ വിജയം നൽകിയ ആത്മവിശ്വാസത്തിൽ ചുരുങ്ങിയത് 10 മുതൽ 15 സീറ്റുകളിലെങ്കിലും വിജയിക്കാനാണ് NDA ലക്ഷ്യമിടുന്നത്. കേന്ദ്രമന്ത്രിമാരുടെ സന്ദർശനങ്ങളും മോദി ഗ്യാരണ്ടിയും കേരളത്തിലെ ക്രിസ്ത്യൻ വോട്ടുകൾക്കിടയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടോ എന്നത് നിർണായകമാണ്. ഈ വോട്ട് വിഹിതത്തിലെ മാറ്റം LDFനെയാണോ UDFനെയാണോ കൂടുതൽ ബാധിക്കുക എന്നത് കണ്ടറിയാം. സമുദായ വോട്ടുകളിലെ മാറ്റങ്ങൾ ഇത്തവണ നിർണായകമാണ്. പ്രത്യേകിച്ച് മലയോര കർഷകരുടെ പ്രശ്നങ്ങളും തീരദേശ പ്രശ്നങ്ങളും വോട്ട് ബാങ്കിനെ ഇളക്കിമറിച്ചിട്ടുണ്ട്. കൂടാതെ 2020 പോലുള്ള ജനകീയ മുന്നണികൾ ചില പ്രധാന മണ്ഡലങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നത് മുന്നണികളുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തെ വിവരമനുസരിച്ച് ഇത്തവണ വോട്ടർ പട്ടികയിൽ നിന്ന് വ്യാജ വോട്ടുകൾ നീക്കം ചെയ്യപ്പെട്ടത് തെരഞ്ഞെടുപ്പ് ഫലത്തെ വലിയ രീതിയിൽ ബാധിക്കാം. കൂടാതെ ആദ്യമായി വോട്ട് ചെയ്യുന്ന ലക്ഷക്കണക്കിന് യുവാക്കൾ രാഷ്ട്രീയ ചായ്വുകൾക്കപ്പുറം തൊഴിലും അവസരങ്ങളും അടിസ്ഥാനമാക്കി വോട്ട് ചെയ്യാനാണ് സാധ്യത. ഇത് പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു വലിയ വെല്ലുവിളിയാണ്. ഇത്തവണത്തെ വോട്ടെടുപ്പ് കേരളത്തിന്റെ അടുത്ത 5 വർഷം മാത്രമല്ല, വരാനിരിക്കുന്ന പതിറ്റാണ്ടുകളിലെ രാഷ്ട്രീയ ഗതിയും നിശ്ചയിക്കും. ഏപ്രിൽ 9 വോട്ടിംഗ് ശതമാനം ആർക്ക് അനുകൂലമാകും? മെയ് 4 കേരളം ആർക്ക് അധികാരം നൽകും? ജനവിധിക്കായി നമുക്ക് കാത്തിരിക്കാം. ഈ തെരഞ്ഞെടുപ്പിലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയിരുത്തലുകളും കമന്റുകളായി രേഖപ്പെടുത്തൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.